നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബലങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. മെക്കാനിക്കൽ ഫോഴ്സ്, യാന്ത്രിക ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, വൈദ്യുത ബലം, മാഗ്നറ്റിക് ഫോഴ്സ്, കാന്തിക ബലം, ഇതിനെ കുറിച്ചെല്ലാം പരിചയപ്പെട്ടു. ഇനി ഈ ബലം, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമാണ് ബലം. പ്രകൃതിയിൽ കാണുന്ന പലതരത്തിലുള്ള ബലങ്ങള്, ഊർജ രൂപങ്ങള്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫിസിക്സിലെ ഒരു പഠന വിഷയം. ഇനി നിങ്ങൾ 9ലും ഒക്കെ ഇതിൽ ഓരോ ഫോഴ്സിനെയും പ്രത്യേകം എടുത്ത് പഠിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞു. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത, ഘർഷണ ബലത്തിന്റെ പ്രത്യേകത, ഡെയിലി ലൈഫിൽ നമുക്ക് വളരെയധികം നമ്മൾ അനുഭവിക്കുന്ന ഒരു ബലമാണ് ഏത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മുടെ രണ്ട് കൈകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഫ്രിക്ഷൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു കൈയെ മറ്റൊരു കൈയിന്റെ മുകളിൽ കൂടെ തെന്നി നീങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവയുടെ സർഫസ്, കൈയിന്റെ സർഫസ് ഒരിക്കലും സ്മൂത്ത് അല്ല. ഇനി നമ്മൾ ഏത് സർഫസ് എടുത്താലും വളരെ മിനുസമായ നിലമാണ് എന്നൊക്കെ നമ്മൾ പറയുമെന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അതില് ചെറിയ ചെറിയ പരുപരുത്ത സ്വഭാവം അതിന്റെ പ്രതലത്തിന് ഉണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പരുപരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉയർച്ചയും താഴ്ചയുമാണ്. സമമല്ലാതെ വരിക, സമതലമല്ലാതെ വരിക, ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മുടെ കൈകൾക്കിടയിലും കയ്യിലും എന്തുണ്ട്? ഉയർന്ന പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കൈപ്പത്തി മറ്റൊരു കൈപ്പത്തിയുടെ മുകളിൽ കൂടെ തെന്നി നീങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് താഴ്ന്ന പ്രദേശവും ഉയർന്ന പ്രദേശവും തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നാൽ, ഉയർന്ന പ്രദേശവും തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നാൽ എന്ത് സംഭവിക്കും? അതൊരു ലോക്ക് മാതിരി പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ആ തെന്നി നീങ്ങുന്നതിനെ അത് തടസ്സപ്പെടുത്തും. അപ്പോ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം, പിന്നെ അതിന്റെ കാരണം, രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിന് ഉണ്ടാക്കുന്ന ഗുണങ്ങള്, അതുമാതിരി അതിന്റെ ദോഷവശം, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫ്രിക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്നും കൂടി നമുക്ക് നോക്കാം. കാരണം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇനി ഫ്രിക്ഷൻ ആണ്, ഘർഷണം ആണ്. When a body moves or tends to move, ഒരു വസ്തു ചലിക്കുകയോ ചലിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക. എങ്ങനെ? ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി, മറ്റൊരു വസ്തുവിന്റെ പ്രതലത്തിൽ കൂടി തെന്നി നീങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് പാരലൽ ടു ദ സർഫസ്. ആ സർഫസിന് പാരലൽ ആയിട്ട് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. പാരലൽ ആയിട്ടാണ് ഫോഴ്സ് അനുഭവപ്പെടുക, അല്ലാതെ പെർപെൻഡിക്കുലർ, ലംബമായിട്ടല്ല. A force is experienced parallel to the surface which opposes, ഇനി ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? which opposes the relative motion between them. ആ രണ്ട് പ്രതലങ്ങൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തിനെ എതിർക്കുന്ന തരത്തിൽ ഒരു ബലം അനുഭവപ്പെടും. This force is known as friction. അതിന് പറയുന്ന പേരാണ് ഫ്രിക്ഷൻ അഥവാ ഘർഷണ ബലം. ഇനി അടുത്തതായിട്ട് ഘർഷണ ബലത്തിനുള്ള കാരണമാണ്. ഘർഷണ ബലത്തിനുള്ള കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് കാരണം നിങ്ങൾ അത് നോട്ട് ചെയ്ത് അത് പഠിക്കണം. ഫ്രിക്ഷൻ, പിന്നെ റീസൺ. എന്താ റീസൺ? There are a large number of microscopic mounts and pits. ഉയർച്ചയും താഴ്ചയും വളരെ സൂക്ഷ്മമായ, മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ ഉയർച്ച താഴ്ചകൾ എവിടെ ഉണ്ടായിരിക്കും? ഓൺ ദ സർഫസസ്. There are a large number of microscopic mounts and pits on the surfaces. When two surfaces are in contact with each other, രണ്ട് പ്രതലങ്ങൾ പരസ്പരം സമ്പർക്കത്തിൽ വന്നാൽ they get interlocked. എന്ത് സംഭവിക്കും? ഇവിടെ they get interlocked എന്ന് പറഞ്ഞാൽ ആര്? These mounts and pits. എന്ത് സംഭവിക്കും? അത് തമ്മിൽ പരസ്പരം ഇന്റർലോക്ക് ചെയ്യും. When we try to move a body by applying a force parallel to their surfaces, an opposing force is experienced. അങ്ങനെ നമ്മൾ
ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിനെ തെന്നി നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അതിനെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു ബലം അനുഭവപ്പെടും. അപ്പൊ ആ മൗണ്ട്സ് ആൻഡ് പിറ്റ്സ് ആണ്, മൈക്രോസ്കോപ്പിക് മൗണ്ട്സ് ആൻഡ് പിറ്റ്സ് ആണ് ഇതിനുള്ള കാരണം. ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനുള്ള കാരണം. ആ ഉയർച്ച താഴ്ചകൾ വളരെ സൂക്ഷ്മമായ, വളരെ ചെറിയ പ്രതലത്തിൽ കാണുന്ന വളരെ ചെറിയ ഉയർച്ച താഴ്ചകളാണ് എന്തിനുള്ള കാരണം? ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലത്തിനുള്ള കാരണം. ഇനി രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ. ഒന്ന് ഏതാ? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അഥവാ നിരങ്ങൽ ഘർഷണം. മറ്റേതോ റോളിംഗ് ഫ്രിക്ഷൻ അഥവാ ഉരുളൽ ഘർഷണം. രണ്ടും പരിചയമുള്ളതാണ്. ഇപ്പോ ഈ പുസ്തകം ഒരു സർഫസിൽ കൂടെ എങ്ങനെ നീക്കാം? നിരക്കി തള്ളി ഫോഴ്സ് അപ്ലൈ ചെയ്ത് നിരക്കി നീക്കാം. ഇത് ഈ രണ്ട് സർഫസിനിടയിൽ എന്താ സംഭവിക്കുന്നത്? സ്ലൈഡ് ചെയ്ത് നീങ്ങാണ് അല്ലെങ്കിൽ നിരങ്ങി നീങ്ങാണ്. അതിനാൽ ഇവയ്ക്കിടയിലുള്ള ഫ്രിക്ഷൻ എന്തായിരിക്കും? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. ഇനി എന്താ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് പെൻസിലോ എന്തെങ്കിലും വെച്ചു, എന്നിട്ട് ഈ ബുക്ക് ഞാൻ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചു. ഇനി ഞാൻ തള്ളിക്കഴിഞ്ഞാൽ എന്താ? ഇവ നിരങ്ങല്ല ചെയ്യുന്നത്, പിന്നെയോ ഉരുണ്ടിട്ടാണ് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇതെന്ത് ഫ്രിക്ഷൻ ആയിട്ട് മാറും? റോളിംഗ് ഫ്രിക്ഷൻ ആയിട്ട് മാറും. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ്. എവിടെയാ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. മരത്തടിയും ഒക്കെ. അപ്പൊ ടെക്സ്റ്റിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലെ ചിത്രത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. തടി തള്ളി നീക്കുന്നു, രണ്ട് തരത്തിൽ തള്ളി നീക്കുന്നു. ഏതായിരിക്കും എളുപ്പം എന്നുള്ളതാണ്. ഏതായിരിക്കും? നിങ്ങൾക്കറിയാം, ഉരുട്ടി നീക്കുകയാണ്. അത് സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. വലിയ തടിയൊക്കെ ആണെങ്കിൽ ചെറിയ മുട്ടി ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ച് സ്ലൈഡിംഗ് ഫ്രിക്ഷനെ റോളിംഗ് ഫ്രിക്ഷൻ ആക്കി മാറ്റി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട നമ്മൾ കൊടുക്കേണ്ട ബലം കുറയ്ക്കും. അപ്പോൾ ഇവിടെ സ്ലൈഡിംഗ് ഫ്രിക്ഷനെ എന്താക്കി മാറ്റുകയാണ്? ഉരുട്ടി മാറ്റുന്ന സമയത്ത് റോളിംഗ് ഫ്രിക്ഷൻ ആക്കി മാറ്റുകയാണ്. റോളിംഗ് ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതും അറിയണം. അപ്പൊ രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ, ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. When a body rolls over the surface of another body, ഉരുണ്ട് നീങ്ങുക, മറ്റൊരു പ്രതലത്തിൽ ഉരുണ്ട് നീങ്ങുക. The force of friction which originates is rolling friction. അപ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് എന്ത്? ഘർഷണമാണ് എന്ത്? റോളിംഗ് ഫ്രിക്ഷൻ. When a body slides, ഇനി അടുത്തേതാ? നിരങ്ങൽ ഘർഷണം. When a body slides on the surface of നിരങ്ങി നീങ്ങുക, on the surface of another body, the force of friction which originates is sliding friction. ഇനി rolling friction is less than sliding friction. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഇതും അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഘർഷണബലം അല്ലെങ്കിൽ ഫ്രിക്ഷൻ, അതിനുള്ള റീസൺ, പിന്നെയോ ടു ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ് എന്തൊക്കെയാ? സ്ലൈഡിംഗ് ആൻഡ് റോളിംഗ്. പിന്നെ അടുത്ത പോയിന്റ് എന്താ? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇനി അടുത്തത് ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താ അത്? ഫ്രിക്ഷൻ ബെനിഫിഷ്യലും നോൺ ബെനിഫിഷ്യലും ആയിട്ടുള്ള സിറ്റുവേഷൻസ് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഫ്രിക്ഷൻ ഗുണം ചെയ്യുന്നതും ദോഷം ചെയ്യുന്നതും. അപ്പോ ആദ്യത്തത്, സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്ക് ഓൺ ദ സൈഡ് ഓഫ് എ മാച്ച് ബോക്സ്. തീപ്പെട്ടിക്കൊള്ളി ആ തീപ്പെട്ടിയുടെ സൈഡിൽ ഉരസ. അത് ഉരസി അവിടെ കത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഫ്രിക്ഷൻ ഉണ്ടാവണം. മിനുസമായിട്ടൊരു സർഫസ് ആണെങ്കിൽ ഉണ്ടാവില്ല, ഫ്രിക്ഷൻ ഉണ്ടാവണം. അപ്പൊ അവിടെ അത് ഫ്രിക്ഷൻ ഗുണമാണ് ചെയ്യുന്നത്, അത് ബെനിഫിഷ്യൽ ആണ്. ഇനി വെയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ്, എന്താ അത്? യന്ത്രങ്ങളുടെ തേയ്മാനം. സ്വാഭാവികമായിട്ടും യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവയ്ക്കിടയിൽ എന്ത് സംഭവിക്കും? ഉരസി നീങ്ങേണ്ടതായിട്ട് വരും. അവിടെ ഘർഷണം അനുഭവപ്പെടും, ഫ്രിക്ഷൻ അനുഭവപ്പെടും. അത് യന്ത്രങ്ങളുടെ തേയ്മാനത്തിന് കാരണമാവും. സ്വാഭാവികമായിട്ടും അതെന്താ? നോൺ ബെനിഫിഷ്യൽ ആണ്, അതായത് ദോഷം ഉണ്ടാക്കുന്നതാണ്. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ്, നമുക്ക് വസ്തുക്കളെ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കൈ എന്താക്കിയിരിക്കുന്നത്? റഫാക്കിയിരിക്കുന്നത്. വസ്തുക്കളെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം?
ഘർഷണം, ഫ്രിക്ഷൻ വേണം, പരിപരിപ്പ് വേണം. കയ്യിൽ എണ്ണയൊക്കെ പരട്ടി കഴിഞ്ഞാൽ നമുക്ക് വഴുതി പോകും. സ്വാഭാവികമായിട്ടും അവിടെ സാധനങ്ങളെ പിടിക്കണം വെച്ചാൽ ഘർഷണം വേണം. തറയിലൂടെ നടക്കണം എന്ന് വെച്ചാൽ എന്ത് വേണം? ഒരു പരിധി വരെ ഫ്രിക്ഷൻ വേണം, അല്ലാതെ തെന്നി വീഴും. ഫ്രിക്ഷൻ കുറയുമ്പോഴാണ് വഴുക്കുന്നത്. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ് അപ്പൊ എന്താ? ബെനിഫിഷ്യൽ ആണ്. ഇനി വാക്കിംഗ് ബെനിഫിഷ്യൽ ആണ്. ചെരുപ്പിന്റെ അടിയൊക്കെ തേഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴും. ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. അപ്പോൾ വെഹിക്കിൾസിന്റെ ടയർ ഒരിക്കലും മൊട്ടത്തല മാതിരി ആയിരിക്കില്ല. എന്തായിരിക്കണം? അതിന്റെ മുകളിൽ ഉയർന്ന പ്രദേശങ്ങളും താഴ്ന്ന വെട്ടും കുഴിയും ഒക്കെ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഘർഷണം ഉണ്ടാക്കാൻ. അതിന് പറയുന്ന പേരാണ് എന്ത്? ട്രെഡിങ് എന്ന്. സ്വാഭാവികമായിട്ടും അത് ഘർഷണം കൂട്ടാനാണ്. അവിടെ എന്താ? അത് ബെനിഫിഷ്യൽ ആണ്, ഗുണം ഉണ്ടാക്കുന്നത്. വെയറിംഗ് ഔട്ട് ഓഫ് ടയേഴ്സ്. പക്ഷെ സ്വാഭാവികമായിട്ടും റോഡുമായിട്ടുള്ള ഘർഷണം വഴി അത് തേയ്മാനം ഉണ്ടാക്കും. അവിടെ എന്താ? നോൺ ബെനിഫിഷ്യൽ ആണ്. ഇനി ഫ്യൂവൽ ലോസ്. ഘർഷണം എങ്ങനെ ഫ്യൂവൽ ലോസ് ഉണ്ടാവുന്നത്? ഘർഷണം കാരണം കൂടുതൽ ബലം, കൂടുതൽ എനർജി ഉപയോഗിച്ചാലേ യന്ത്രഭാഗങ്ങൾ തിരിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഫ്യൂവല് കൂടുതലായിട്ട് ആവശ്യം വരും. നിങ്ങളൊക്കെ തന്നെ അറിയാം, നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഓയിൽ കൊടുക്കാത്ത, എണ്ണ കൊടുക്കാത്ത സൈക്കിൾ ആണെങ്കിൽ പല്ല് കടിച്ചു പിടിച്ച് ശക്തിയിൽ ചവിട്ടണം. കൂടുതൽ എനർജി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതേ സംഗതിന്റെ യന്ത്രഭാഗങ്ങളിൽ അത് കൃത്യമായിട്ട് കാറായാലും മറ്റേ മോട്ടോർ സൈക്കിൾ ആയാലും എന്തായാലും കൃത്യമായിട്ട് ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിച്ച് ഘർഷണം കുറച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്യൂവല് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഫ്യൂവൽ ലോസ് ഉണ്ടാവും. അതെങ്ങനെയാ? നോൺ ബെനിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇത്രയും ചെയ്തു പഠിക്കുക, നോട്ടിലേക്ക് എഴുതി വെക്കുക. ഓക്കെ.